മക്കളെ, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഗിടുക്കിയിലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഒരു ടെസ്റ്റ് പേപ്പറായിട്ട് നടത്തുകയാണ്. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഒരു പേപ്പറും അതുപോലെ തന്നെ പേനയുമായിട്ടിരിക്കുക. എന്നിട്ട് ഓരോ ആൻസറും നിങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ആൻസർ നോക്കിയാൽ മതി കേട്ടോ. ശരിയാണോ എന്നത് നോക്കിയാൽ മതി. അതിന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, നിങ്ങൾ എത്ര എണ്ണം ശരിയാക്കി എന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, कहानी में शाल बेचने वाली युवती की आंखें क्यों भर आई? കഥയിലെ ഷാൾ വിൽപ്പനക്കാരിയായ യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞത് എന്തുകൊണ്ട്? വഹ് ഗുസ്സേമേന്തി, അവൾ ദേഷ്യത്തിലായിരുന്നു. വഹ് ഭാവുക് ഹോ ഗയി തി, അവൾ വികാരഭരിതയായിരുന്നു. ഉസേ ഡണ്ട് ലഗ് രഹി തി, അവൾക്ക് തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. ഉസേ ഷാൾ ബേജ്നേക്കാ മൻ നഹീം, അവൾക്ക് ഷാൾ വിൽക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾ കണ്ടെത്തുക ഏതാണെന്ന്. കണ്ടെത്തിയോ? ഇനി നമുക്ക് ആൻസർ, കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കാം. വഹ് ഭാവുക് ഹോ ഗയി തി, എന്താണ്? വഹ് ഭാവുക് ഹോ ഗയി തി, അവൾ വികാരഭരിതയായി, അതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി മേ യാത്ര കിസ് മാധ്യം സേ കി ജാ രഹി തി, കഥയിൽ അവർ യാത്ര ചെയ്തല്ലോ, ആ യാത്ര ഏത് മാധ്യമം ഉപയോഗിച്ചായിരുന്നു അവർ യാത്ര ചെയ്തത് എന്നാണ് ചോദ്യം. ഒന്നാമത്തത് ബസ്സിലായിരുന്നു അവർ യാത്ര ചെയ്തത്. 2 കാറിലായിരുന്നു അവർ യാത്ര ചെയ്തത്. ട്രെയിനിലായിരുന്നു അവർ യാത്ര ചെയ്തത്. ഹവായി ജഹാജ്, വിമാനത്തിലായിരുന്നു, പ്ലെയിനിലായിരുന്നു അവർ യാത്ര ചെയ്തത്. ഏതാണ് ശരി? ട്രെയിനില്ലേ? അത് വളരെ സിമ്പിളാണ്. ട്രെയിനാണ് അതിന് ആൻസറായിട്ട് വരുന്നത്. അടുത്ത നോക്കാം. पत्नी और बच्चे पहले जनरल कोच में जाने के लिए क्यों नहीं मान रहे थे? ഭാര്യയും കുട്ടികളും ആദ്യം ജനറൽ കോച്ചിലെ യാത്രയെ എതിർത്തു. എന്തുകൊണ്ടാണ് അവർ ആ ജനറൽ കോച്ചിലെ യാത്രയെ എതിർത്തത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ഉന്നെ ഭീഡ് പസന്ത് നഹീം ദി ചാഹിയത, അവർക്ക് എന്താണ്? അവർക്ക് തിരക്ക് ഇതില്ല കേട്ടോ. ഉന്നെ ഭീഡ് പസന്ത് നഹീം ദി, അവർക്ക് എന്താണ്? തിരക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർക്കെന്താണ്? തിരക്ക്, കൂടുതൽ തിരക്ക് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഉന്നെ സ്യാദ ആരാം ചാഹിയത, ഈ ചാഹിയത ഇവിടേക്കാണ് കേട്ടോ. അത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാനത് അതെങ്ങനെ വന്നു എന്ന് കരുതിയിട്ടാണ് ഇവിടെ വെട്ടിയത്. പക്ഷെ അത് നമ്മളെ രണ്ടാമത്തെ ആൻസറിലേക്കുള്ളതാണ്, ഇതിലേക്കുള്ളതാണ്. ഉന്നെ സ്യാദ ആരാം ചാഹിയത. ഫസ്റ്റിലത്തത് ഉന്നെ ബീഡ് പസന്ത് നഹീദി, അവർക്ക് തിരക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ജനറൽ കോച്ച് നല്ല തിരക്കാണ് ഉണ്ടാവുക അല്ലേ, അവർക്ക് തിരക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാണ് ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ഉന്നെ സ്യാദ ആരാം ചാഹിയേത, അവർക്ക് കൂടുതൽ വിശ്രമം വേണമായിരുന്നു. ഉന്നെ എ സി കോച്ചിക്ക് ആദത്ത് തി, അവർക്ക് എ സി കോച്ചിനായിരുന്നു ശീലം. ആദത്ത് പറഞ്ഞാൽ സ്വഭാവം എന്നാണെങ്കിലും ഇവിടെ ശീലം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ്? അവർക്ക് എ സി കോച്ചിൽ യാത്ര ചെയ്തിട്ടുള്ള ശീലമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, വേ ലംബി യാത്ര സെ ഡർ രഹിയത, അവർക്ക് നീണ്ട യാത്ര, അതായത് ദീർഘനേരമുള്ള യാത്രയാണ് അല്ലേ, ഒരു നീണ്ട യാത്രയാണ്. നീണ്ട യാത്ര അവർക്ക് ഭയമായിരുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ കണ്ടെത്തിയോ? ഇതിലേതാണ് ആൻസർ എന്ന് നിങ്ങൾ കണ്ടെത്തുക. ഈ 4 എണ്ണത്തിൽ ഏതാണ് കറക്റ്റ്? കണ്ടെത്തിയല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഉന്നെ ജ്യാദ ആരാം ചാഹിയേതാ, എന്താണ്?
അവർക്ക് കൂടുതൽ വിശ്രമം വേണമായിരുന്നു. ഓക്കെ, ആരൊക്കെയാണ് ഈ ആൻസർ കണ്ടെത്തിയതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഷാൾ बेचने वाली युवती ने शुरुआत में एक शाल की क्या कीमत बताई? ഷാൾ बेचने वाली युवती ने शुरुआत में, शुरुआत എന്ന തുടക്കം, ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതി തുടക്കത്തിൽ ഏക് ഷാൾ കി ക്യാ കീമത്ത് ബതായി, ഒരു ഷാളിന് എത്ര വിലയാണ് പറഞ്ഞത്? തുടക്കത്തിൽ ഷാൾ വിൽപ്പനക്കാരിയായി വന്ന യുവതി ഷാളിന് പറഞ്ഞ വില എത്രയായിരുന്നു എന്നാണ് ചോദ്യം. 100 രൂപ, 150 രൂപ, 250 രൂപ, 300 രൂപ. ഏതായിരുന്നു ഷാൾ വിൽപ്പനക്കാരിയായിരുന്ന സ്ത്രീ ആദ്യം തന്നെ ഷാളിന് പറഞ്ഞ വില എത്രയായിരുന്നു? എത്രയായിരുന്നു? 250 അതിൽ പറയുന്നുണ്ടല്ലേ. എത്രയാണ്? 250 രൂപ. 250 രൂപ. അടുത്തത്, പത്നിനെ കിത്തനി ഷാൾ ഖരീദി, ഭാര്യ എത്ര ഷാളാണ് വാങ്ങിയത്? ഖരീദി, ഭാര്യ എത്ര ഷാളാണ് വാങ്ങിയത്? എത്ര ഷാളാണ് വാങ്ങിയത്? 2, 3, 5, 6. എത്ര ഷാൾ വാങ്ങി എന്നാണ് പറഞ്ഞത്? 5 250 കൂട്ടിയിട്ടുള്ളൊരു വിലയാണ് പതി ആ യുവതിക്ക് നൽകിയത് അല്ലേ. അതെത്രയായിരുന്നു? 750 രൂപയാണ് പതി ആ യുവതിക്ക് നൽകിയത്. അപ്പം എത്ര ഷാളാണ് വാങ്ങിയത്? അതിൽ പറയുന്നുണ്ട് കേട്ടോ എത്ര ഷാളാണ് വാങ്ങിയതെന്ന്. എത്ര ഷാളായിരുന്നു വാങ്ങിയത്? കണ്ടെത്തിയല്ലോ, നോക്കാം. 5 ഷാൾ അല്ലേ. എത്ര ഷാളായിരുന്നു? 5 ഷാള്. पत्नी ने शाल के लिए किस कीमत पर मोल भाव किया? പത്നി ഷാളിന് എന്ത് വിലയാണ് വിലപേശിയത്? പത്നി വിലപേശിയത് ഏത് വിലക്കാണ്? വിലപേശിയൊരു വില ഉറപ്പിച്ചല്ലോ, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഉറപ്പിച്ചൊരു വിലയുണ്ടല്ലോ, അതേതാണ് എന്നാണ് ചോദിക്കുന്നത്. 100 രൂപ, 150 രൂപ, 200 രൂപ, 250 രൂപ. ഒരു ഷാളിനാണ്, ഒരു ഷാളിന് എത്ര രൂപയാണ് പത്നി വിലപേശിയത്? ലാസ്റ്റ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, രണ്ടുപേരും പറയുന്ന വിലയില്ലാത്തൊരു വില എന്ന് പറഞ്ഞിട്ടൊരു വില പറഞ്ഞല്ലോ, ആ വില ഏതായിരുന്നു? 100 രൂപയായിരുന്നോ? 200 രൂപയായിരുന്നോ? 150 രൂപയായിരുന്നോ? 250 രൂപയായിരുന്നോ? ഏതാണ്? കണ്ടെത്തിയോ നിങ്ങൾ? കണ്ടെത്തിയില്ലേ? നോക്കാം, കറക്റ്റ് ഏതാണെന്ന് നോക്കാം. 150 രൂപ. ഒരു ഷാളിന് 150 രൂപ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പതി കോ യുവതി കി ആങ്കോ മേ ക്യാ നസർ ആയാ? ഭർത്താവ് യുവതിയുടെ കണ്ണുകളിൽ കണ്ണുകളിൽ കണ്ട ഭാവം അത് എന്തായിരുന്നു? യുവതിയുടെ കണ്ണുകളിൽ, ആ ഭർത്താവ് യുവതിയുടെ കണ്ണുകളിൽ എന്താണ് കണ്ടത്? ഖുഷി, ഘബരാഹട്ട്. ഖുഷി പറഞ്ഞ സന്തോഷം, സന്തോഷം. ഘബരാഹട്ട് ഭയം. അപ്പനെ പിതാക്കി ചവി, സ്വന്തം പിതാവിൻ്റെ ചിത്രം. ക്രോധ് ദേഷ്യം. എന്തായിരുന്നു ഭർത്താവ് ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ടത്? ആ യുവതിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ആ സമയത്ത് നമ്മുടെ പതിക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? കണ്ടെത്തിയോ? നോക്കാം. അപ്പനെ പിതാക്കി ചവി, സ്വന്തം പിതാവിൻ്റെ ചിത്രമാണ് ആ സമയത്ത് ഭർത്താവിന് ഓർമ്മ വന്നതില്ലേ. ആ സമയത്ത് പതി ചിന്തിക്കുകയാണ്, എൻ്റെ പിതാവും ഇതുപോലെ ട്രെയിനിൽ ഇതുപോലെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോയി വരുന്ന സമയത്ത് എൻ്റെ പിതാവിൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പതി ഓർക്കുന്നുല്ലേ. അപ്പം പതി ആരെയാണ് ആ സമയത്ത്, ആരുടെ ചിത്രമാണ് ആ സ്ത്രീയുടെ കണ്ണുകളിൽ കണ്ടത്? സ്വന്തം പിതാവിൻ്റെ ചിത്രം അല്ലേ. അപ്പം അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം. പതി കെ പിതാ കിസ് പ്രകാർ കാ കാം കർത്തേ थे? നമ്മുടെ
കഥയിലെ പതിയുടെ പിതാവ് അച്ഛൻ ഏത് പ്രകാരത്തിലുള്ള ജോലിയാണ് ചെയ്തിരുന്നത്? അതായത് അച്ഛൻ്റെ ജോലി എന്തായിരുന്നു എന്നാണ് ചോദ്യം. കിസാൻ ദേ, അദ്ദേഹം കർഷകനായിരുന്നു. കിസാൻ ദേ, കർഷകനായിരുന്നു. റെയിൽഗാഡി സേ സാമാൻ ബേച്ച്തേ ദേ, റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു. സർക്കാരി നൗക്കരി മേം ദേ, സർക്കാർ ജോലിയിലായിരുന്നു. ദുഖാൻ ചലാത്തേ ദേ, കട നടത്തിയിരുന്നു. എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഏതാണ്? റെയിൽഗാഡി സേ സാമാൻ ബേച്ച്തേ ദേ അല്ലേ? റെയിൽഗാഡി സേ സാമാൻ ബേച്ച്തേ ദേ, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് നോക്കാം. പത്നി കോ യാത്രാ കെ ദൗരാൻ കിസ് ബാത് കാ പച്താവാ ഹുവാ? പത്നി കോ യാത്രാ കെ ദൗരാൻ കിസ് ബാത് കാ പച്താവാ ഹുവാ? ഭാര്യയ്ക്ക് യാത്രയിലുടനീളം ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ടേയിരുന്നു അല്ലേ ഭാര്യ? ഭാര്യ പശ്ചാത്തപിച്ചു കൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഉസ്നെ ജ്യാദാ പൈസേ ഖർച്ച് കർ ദിയേ, അവൾ കൂടുതൽ പൈസ ചിലവഴിച്ചു. ഉസ്നെ ഷാൾ കി കീമത്ത് ഓർ കം നഹീ കർവായി, അവൾ ഷാളിനെ വില കുറച്ചുകൂടെ കുറച്ച് നെഹീം കർവായി, കുറപ്പിച്ചില്ല. അതായത് കുറച്ചുകൂടെ വില പേശിയിട്ട് കൂടുതൽ കുറവിലേക്ക് എത്തിച്ചില്ല. മൂന്നാമത്തത് ഉസ്നെ സഹി രംഗ് കി ഷാൾ നഹീ ഖരീദി, അവൾ ശരിയായ നിറത്തിലുള്ള ഷാൾ വാങ്ങിയില്ല. ഉസ്നെ ഷാൾ നഹീ ഖരീദി, അവൾ ഷാൾ വാങ്ങിയതേ ഇല്ല. അതായിരുന്നു അവളുടെ പസ്താവ. അല്ലെങ്കിൽ അവള് ശരിയായ നിറത്തിലുള്ളത് തിരഞ്ഞെടുത്തില്ല, അതായിരുന്നു അവളുടെ പസ്താവ. അല്ലെങ്കിൽ ഉസ്നെ ഷാൾ കി കീമത്ത് ഓർ കം നഹീ കർവായി, ഷാളിൻ്റെ വില കൂടുതൽ കുറപ്പിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും കുറഞ്ഞ വിലയിൽ ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നതായിരുന്നു അവളുടെ പശ്ചാത്താപം. എന്തായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ എല്ലാവരും ആൻസർ കണ്ടെത്തിയല്ലോ. നമുക്ക് നോക്കാം. ഉസ്നെ ഷാൾ കി കീമത്ത് ഓർ കം നഹീ കർവായി അല്ലേ? അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. കഹാനി മേ ഗിഡ്കി കിസ്കാ പ്രതീക് ഹേ? കഥയിലെ ഗിഡ്കി എന്തിൻ്റെ പ്രതീകമാണ്? എന്തിൻ്റെ പ്രതീകമാണ് കഥയിൽ ഗിഡ്കി? ജനൽ എന്നാണ് നമ്മുടെ കഥയിലെ പേര് അല്ലേ? അപ്പം ഈ ജനൽ എന്ന പേര് തന്നിരിക്കുന്നത് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് എന്നാണ് ചോദ്യം. ട്രെയിൻ കി സുന്ദരതാക്ക, ട്രെയിനിൻ്റെ സൗന്ദര്യം. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അല്ലേ? അപ്പം അതിൻ്റേതാണോ? ബാഹർ കെ നസാരോം കാ, പുറത്തുള്ള കാഴ്ചകളുടെ. അതീത് ഓർ യാദോം കാ, പാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യങ്ങളുടെയും അതുപോലെ തന്നെ ഓർമ്മകളുടെയും. ടെണ്ടി ഹവാക്ക, തണുത്ത കാറ്റിൻ്റെ. എന്തിൻ്റെ പ്രതീകമാണ് ഈ ഗിഡ്കി? ഈ 4 എണ്ണത്തിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? കണ്ടെത്തിയോ എല്ലാവരും? കണ്ടെത്തിയല്ലോ. അപ്പോൾ നമുക്കതിന് ശരിയായിട്ടുള്ള ആൻസർ എന്താണെന്ന് നോക്കാം. അതീത് ഓർ യാദോം കാ അല്ലേ? അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അതീത് ഓർ യാദോം കാ. കഹാനി കാ മുഖ്യ സന്ദേശ് ക്യാ ഹെ? കഥയിലെ പ്രധാന സന്ദേശം എന്താണ്? ഈ കഥയുടെ പ്രധാന സന്ദേശം എന്താണ്? അച്ചി ഖരീദാരി കൈസേ കരേം, നന്നായി എങ്ങനെ വിൽപ്പന നടത്താം? റെയിൽഗാഡി മേം യാത്രാ കർണേ കാ അനുഭവ്, റെയിൽഗാഡിയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ അനുഭവം. ജീവൻ മേ സംഘർഷവും ഒരു സഹാനുഭൂതി കി സമജ്, ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളുടെയും സഹാനുഭൂതിയും ഒക്കെ മനസ്സിലാക്കുക. ജീവിതത്തിലെ സംഘർഷങ്ങളും സഹാനുഭൂതി അതെല്ലാം മനസ്സിലാക്കുക എന്നതാണ് ഈ കഥയുടെ മുഖ്യ സന്ദേശം. അതല്ലെങ്കിൽ പരിവാർ കെ സാത്ത് സഫർ കാ ആനന്ദ്, കുടുംബത്തോടൊപ്പമുള്ള യാത്രയുടെ ആനന്ദം. ഇതിലേതാണ് ഈ കവിതയുടെ സന്ദേശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്? ജീവൻ മേ സംഘർഷം ഓർ സഹാനുഭൂതി കി സമജ് അല്ലേ? ജീവിതത്തിലെ
സംഘർഷങ്ങളുടെയും സഹാനുഭൂതിയുടെയും സമജ്, അതാണ് മനസ്സിലാക്കൽ, അതാണ് ഈ കഥയുടെ സന്ദേശം. അടുത്തതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ സഹി ഗലത്ത് പ്രശ്ൻ, അതായത് സഹി പ്രസ്താവ് ചുൻകർ ലിഖേം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലേ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, സഹി പ്രസ്താവാണ്. നോക്കാം നമുക്ക്. പത്നിനെ ബിനാ മോൽഭാവ് കിയെ ഷാൾ ഖരീദ് ലി. പത്നി ബിനാ മോൽഭാവ് കിയെ, വില പേശാതെ ഷാള് വാങ്ങിച്ചു. പത്നി വില പേശാതെ ഷാള് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണല്ലോ അത് ഗലത്താണ്. എന്താണ് ഇത്? ഗലത്താണ്. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കാം. പതി കോ യുവതി കി ആങ്കോ മേം അപ്പനെ പിതാ കി ഝലക് ദിഖി. ഭർത്താവ് യുവതിയുടെ കണ്ണുകളിൽ തൻ്റെ അച്ഛൻ്റെ ആ ഒരു ചിത്രം, ആ ഒരു തിളക്കം കണ്ടു എന്നാണ് പറഞ്ഞത്. ശരിയാണ് അല്ലേ? സഹി, സഹിയാണത്, സഹി, സഹി. അടുത്തത് നോക്കാം. ബച്ചേനെ ബച്ചേനെ ഗിഡ്കി വാലി സീറ്റ് നെഹീം ലി. ഗിഡ്കി കേട്ടോ, അവിടെ ഈ ലീ എന്നില്ല കേട്ടോ, ലീ എന്നുള്ളതില്ലേ. ബച്ചേനെ ഗിഡ്കി വാലി സീറ്റ് നെഹീം ലി. കുട്ടികൾ വിൻഡോ സീറ്റ് കരസ്ഥമാക്കിയില്ല എന്നാണ് പറഞ്ഞത്. തെറ്റാണ് അല്ലേ? തെറ്റാണത്. കുട്ടികൾ വിൻഡോ സീറ്റിലാണ് ഇരുന്നത്, അതാണ് അവർ കരസ്ഥമാക്കിയ സീറ്റ്. ഇതിൽ വിൻഡോ സീറ്റ് കരസ്ഥമാക്കിയില്ല എന്നാണ് പറഞ്ഞത്. തെറ്റാണത്. അടുത്തത് നോക്കാം. യുവതീനെ ഷാൾ 100 रुपये में बेचने के लिए मान लिया. യുവതി 100 രൂപയ്ക്ക് ഷാൾ വിൽക്കാൻ തയ്യാറായി. ശരിയാണോ? തെറ്റാണ് അല്ലേ? ഗലത്താണ്. യുവതി 100 രൂപയ്ക്ക് ഷാൾ വിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല, അത് ഗലത്താണ്. ഗലത്ത്, ഗലത്ത്. ഓക്കെ, ഗലത്ത് എന്നോട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത നോക്കാം. കഹാനി കാ മുഖ്യ വിഷയ് സഹാനുഭൂതി ഓർ സംഘർഷ് ഹെ. കഥയുടെ മുഖ്യ വിഷയം സഹാനുഭൂതിയും സംഘർഷവുമാണ്. ശരിയാണ് അല്ലേ? ശരിയാണ്, സഹി, ശരിയാണത്. സഹി മിലാൻ കരയുമാണ് അടുത്ത ക്വസ്റ്റ്യൻ. സഹി മിലാൻ കർണേക്കാ പ്രശ്ൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണത് സഹി മിലാൻ എന്നത്. പത്നി, പതി, യുവതി, ബച്ചെ, ട്രെയിൻ, അത്രയാണ് ഇവിടെ ഉള്ളത്. പത്നി ഷാൾ ബേച്ചിനെ ആയിതി. ശരിയല്ല അല്ലേ? പത്നി ഷാൾ ബേച്ചിനെ ആയിതിയാണോ? അല്ല. പത്നി ഗിഡ്കി വാലി സീറ്റ് പർ ബൈഠേതേ. അങ്ങനെയാണോ? പത്നി ഗിഡ്കി വാലെ സീറ്റ് പർ ബൈഠേതേ. ഭാര്യ ജനലിൻ്റെ അടുത്തുള്ള സീറ്റിലാണ് ഇരുന്നത്, വിൻഡോ സീറ്റിൽ ഇരുന്നു എന്നാണ് പറഞ്ഞത്. ശരിയല്ല, അങ്ങനെ നേരെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ പത്നി സഫർ കാ പ്രതീക് ഹേ, മോൽ തോൽ കർ ഷാൾ ഖരീദതാ ഹേ, അപ്പനെ പിതാ കി യാദ് കർത്താ ഹേ. പത്നി ഏതാണ് ഈ പറഞ്ഞതിൽ, ഏതാണ് പത്നിക്ക് യോജിക്കുന്നത്? സഫർ കാ പ്രതീക് ഹേ, യാത്രയുടെ പ്രതീകം പത്നിക്ക് യോജിക്കുന്നതാണോ? മോൽ തോൽക്കർ ഷാൾ ഖരീദതാ ഹേ, വില പേശി ഷാൾ വാങ്ങുന്നു. ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഏതാണ്? ഇതാണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ? എന്താണ്? വില പേശി ഷാൾ വാങ്ങുന്ന ആളാണ് ആര്? പത്നി. ഒന്നാമത്തെ ആൻസർ ഇതാണ്. ഇനി രണ്ടാമത്തത് പതി, പതിയാണ്. ഷാൾ ബേജിനെ ആയി ദി. നേരത്തെ അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേഗം വായിച്ചു പോകാം. പതി ഷാൾ ബേജിനെ ആയി ദി. ശരിയാണോ? ഗിഡ്കി വാലി സീറ്റ് പർ ബൈഠേതേ, അതാണോ? സഫർ കാ പ്രതീക് ഹേ, അങ്ങനെയാണ് വരുന്നത്. അപ്പനെ പിതാക്ക് യാദ് കർത്താ ഹേ, ഏതാണ്? ഇതാണ് ശരിയല്ലേ? പതി ഭർത്താവ് സ്വന്തം അച്ഛനെ ഓർമ്മിക്കുന്നു. അച്ഛൻ്റെ യാദ് ഓർമ്മകൾ ഉണ്ടാകുന്നു. ആ ട്രെയിൻ യാത്രയിൽ ഭർത്താവിന് അച്ഛൻ്റെ ഓർമ്മകൾ ഉണ്ടാകുന്നു അല്ലേ? അതാണ് ശരി. മൂന്നാമത്തത് യുവതി.
युवती शाल बेचने आई थी, खिड़की वाली सीट पर बैठे थे, സഫർ കാ പ്രതീക് ഹേ. ഏതാണ്? യുവതി ഷാൾ ബേച്ചിനെ ആയില്ലേ, യുവതി ഷാൾ വിൽപ്പനക്കാരിയായിട്ട് വന്നതാണ്. ഷാൾ ബേച്ചിനെ ആയിതി, ഷാൾ വിൽക്കാൻ വന്നതായിരുന്നു യുവതി. ബച്ചേ കുട്ടികൾ, കുട്ടികൾ എന്താണ്? സഫർ കാ പ്രതീക് ഹേ. ഖിഡ്കി വാലി സീറ്റ് പർ ബൈഠേ ഥേ. ഏതാണ്? ബച്ചേ കുട്ടികളാണ് ഖിഡ്കി വാലി സീറ്റിലിരുന്നത് അല്ലേ, കുട്ടികളാണിത്, കുട്ടികൾ. ഖിഡ്കി വാലി സീറ്റ് പർ ബൈഠേ ഥേ, ബച്ചേ ഖിഡ്കി വാലി സീറ്റ് പർ ബൈഠേ ഥേ. ഇനി ലാസ്റ്റ് ട്രെയിൻ സഫർ കാ പ്രതീക് ഹേ. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ മിലാൻ കരയുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മിലാൻ കരയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വളരെ സിമ്പിളായിരിക്കും. അത് സിമ്പിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അതിലുള്ള കഥ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഇനി മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.